ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വ്ളോഗ് പോലെ ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞാൻ ലഞ്ചിന് ഇന്ന് കപ്പങ്ങ കൊണ്ടൊരു തോരനും അതുപോലെ ഉലുവച്ചീര കൊണ്ടൊരു മോരും കാച്ചാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കപ്പങ്ങയുടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ കപ്പങ്ങയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ദൂരെ നാട്ടിൽ നിന്നൊക്കെ മാറി ദൂരെയൊക്കെ നിൽക്കുമ്പോൾ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കപ്പങ്ങ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഉലുവച്ചീരയുടെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഉലുവച്ചീര ഞങ്ങളുടെ വീട്ടിൽ എന്നും ഉണ്ടാവും കേട്ടോ. ഒരു അക്ഷയപാത്രം പോലെയാണത്, ഒരിക്കലും തീരില്ല, എന്നും ഉണ്ടാവും അത്. അപ്പോൾ ഉലുവച്ചീര തോരനൊക്കെ വെച്ച് കഴിച്ചു മടുത്തു. അപ്പം ഞാൻ മോര് കാച്ചാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാവേ. പൊടിയും ഒക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രെയിനർ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ചീര അതുപോലെ പച്ചക്കറിയൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഒത്തിരി വെള്ളത്തിൽ അങ്ങ് മുക്കിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊടിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടുമേ. അതേപോലെ കപ്പങ്ങയും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഗ്രേറ്ററിൽ ഇട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കണേ കപ്പങ്ങ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. ഗ്രേറ്ററിൻ്റെ വലിയ ഹോളുള്ള ഭാഗമില്ലേ, അവിടെ വെച്ചിട്ടാട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച്. അപ്പോൾ ഇതിന് അത്ര വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്, 2 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, ഒരു സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് തേങ്ങ ചേർക്കണം കേട്ടോ. 2 പിടിയോളം തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങ കുറച്ചേ ഉള്ളൂ കേട്ടോ, തീർന്നു എൻ്റെ തേങ്ങയൊക്കെ. ഇനി വാങ്ങിക്കണം പോയിട്ട്. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഉരുവച്ചീരയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് രണ്ടും കൂടെ കറി വയ്ക്കാവേ. അപ്പോൾ ഉരുവച്ചീര ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉലുവച്ചീരയും പരിപ്പും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്ക് പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അരി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അരി ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ തോരന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടൊന്ന് ആവി കയറിയാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവും കേട്ടോ. അധികം വേവൊന്നുമില്ല കേട്ടോ. തോരൻ റെഡിയായിട്ടുണ്ടേ. ഇനി നമുക്ക് മോരും കൂടെ കാച്ചിയെടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയും കൂടെ പൊട്ടിക്കാവേ. പിന്നെ ഒരു ചെറിയ ഉള്ളിയും ഒരു പേരിന് ഒരു വെളുത്തുള്ളിയും കൂടെ ഞാൻ വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്. അപ്പം മോര് കറിക്ക് ഒരു ചെറിയൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ലതാണേ. കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവച്ചീരയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തേങ്ങ തീർന്നു. അപ്പം ഞാൻ അതിന് പകരമായിട്ടിപ്പോൾ തേങ്ങയുടെ പൊടി ഉണ്ടല്ലോ, കോക്കനട്ട് മിൽക്ക് പൗഡർ, അത് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫാക്കി വയ്ക്കാം കേട്ടോ ഈ സമയത്ത് കേട്ടോ. എന്നിട്ട് നമ്മുടെ മോരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉലുവ ചീര ആയത് കാരണം ആ ഉലുവയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മീൻ കഷ്ണങ്ങൾ ഞാൻ തലേദിവസം മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതൊക്കെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജോലി കഴിയുമ്പോൾ തന്നെ എല്ലാം ഒന്ന് പകർത്തി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഉച്ചത്തെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. അല്ലെങ്കിൽ പിന്നെ ആ പാത്രം അങ്ങനെ കിടന്ന് രാത്രിയിലോട്ടായി പിന്നെ ആകെപ്പാടെ പണിയായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ആ ഒരു പണി കഴിഞ്ഞു. പിന്നെ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ ചോറും മോരുകറിയും അതുപോലെ കപ്പങ്ങ തോരനും 2 കഷ്ണം മീൻ വറുത്തതും പിന്നെ ഇന്നലത്തെ കറി കുറച്ചുണ്ട് കേട്ടോ. കുറച്ച് തോരനുണ്ടായിരുന്നു, ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെച്ചതും
പിന്നെ മീൻ കറി വെച്ചതും കേട്ടോ. ഇത് കോട്ടയം സ്റ്റൈലൊരു മീൻ കറിയാണേ. അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.